എനിക്കതിനകത്ത് കയറാൻ പറ്റുമോ? നമസ്കാരം. ഇത് ഫോക്സ്വാഗൺ വീട്ടസ് ആണ്. വീട്ടസിൻ്റെ GT 2022 മാർച്ചിലാണ് ശരിക്കും വീട്ടസ് ഇന്ത്യയിൽ ഇറങ്ങുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഫോക്സ്വാഗൺ വെൻഡോയുടെ അല്ലെങ്കിൽ ആ ഒരു വെൻഡോ എന്ന വണ്ടിയുടെ പിൻഗാമി എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലായിരുന്നു. ശരിക്കും ഒരു സെഡാൻ, അതായത് സെഡാനുകൾ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോക്സ്വാഗൺ ഇറക്കി വിട്ട ഒരു വണ്ടിയാണ് ഈ ഒരു വീട്ടസ് എന്നുള്ളതാണ്. ഈ വീട്ടസിനെ സ്കോഡ സ്ലാവിയയുടെ സഹോദര സ്ഥാപനം എന്നൊക്കെ പറയാം. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഈ വണ്ടി നമ്മുടെ കയ്യിലെത്താൻ കുറച്ച് വൈകിയെന്ന് സാരം, കുറച്ചല്ല വർഷങ്ങളോളം വൈകി. പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മുടെ കൂടെ വീട്ടസ് ഉണ്ടെന്ന് പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫോക്സ്വാഗൺ വെൻഡോയുടെ ഒരു പിൻഗാമി എന്ന വണ്ണം നിരത്തിലേക്ക് വന്ന ഈ ഒരു വണ്ടിക്ക് കുറേയധികം ഗുണങ്ങളും ഒരു ഇത്തിരിയോളം ആ ഒരു ഗുണമില്ലായ്മകളുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. കാരണം 2 വർഷത്തോളമായിട്ട് നിരത്തിലുള്ള, 2 വർഷത്തിൻ്റെ അപ്പുറം നിരത്തിലുള്ള വണ്ടിക്ക് റിവ്യൂസിൻ്റെ ബഹളം നമുക്ക് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു മാഗസീനുകളൊക്കെ കാണാം. അപ്പോൾ ആ ഒരു കാര്യം വീണ്ടും ചെയ്യുന്നതിൽ വലിയ പ്രസക്തിയില്ല. എല്ലാ വർഷവും കോൺഫറൻസുകളിൽ ഫോക്സ്വാഗൺ പുതിയ പുതിയ എഡിഷനുകളെ പരിചയപ്പെടുത്താറുണ്ട്. ഇത്തവണ ഉണ്ടായി. അങ്ങനെ ഒരു മാനുവൽ വേഷം കൂടി ഇപ്പോൾ ഈയിടെ വരേണ്ടതുണ്ട് GT ലൈനിന്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് DSG ആണ്, 7 സ്പീഡ്. ഈ വണ്ടിയുടെ ഞാനിപ്പോൾ കുറച്ച് ഓടിച്ചിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കാം. വരും. എനിക്കിതിൻ്റെ കൂടുതലും പറയാനുള്ളത് ഗുണങ്ങളാണ്. ദോഷങ്ങളങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. എന്നാലും ഞാൻ ആ ടൈറ്റിലിട്ട പോലെ ശരിക്കും DQന് ഇഷ്ടമില്ലാത്ത വണ്ടി, DQന് പ്രശ്നമുള്ള വണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് ഞാൻ വഴിയെ പറയാട്ടോ. എനിക്ക് തോന്നുന്നു ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ടുന്ന കാര്യം ഈ വശങ്ങൾ നിങ്ങൾ കാണുന്ന ഈ ഒരു പ്രപ്പോർഷനാണ്. എന്ന് വെച്ചാൽ ഇതൊരു 3 ബോക്സ് സെഡാൻ ആണെന്നുള്ളതാണ്. ഇപ്പോൾ സെഡാൻ ലവേഴ്സിന് ശരിക്കും മുറിക്കഷ്ണങ്ങളായിട്ടുള്ള കോമ്പാക്ട് സെഡാനിൽ നിന്നും ഒരു മോചനമാണ് ഈ ഒരു വണ്ടി എന്നൊക്കെ പറയാം. കാരണം സെഡാനുകൾ പോകുമെന്ന് തോന്നിയ കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിയാസ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ഒരു സെഡാനുമായിട്ട് ഫോക്സ്വാഗൺ വന്നു എന്നുള്ളതാണ് വീട്ടസിൻ്റെ കാര്യമായിട്ട് പറയുന്നത്. ഈവൻ ദോ സ്ലാവിയ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാര്യമായിട്ട് കാണാം. അപ്പോൾ ഒരു 3 ബോക്സ് സെഡാൻ ആണ് എന്നുള്ളത് ഒരു നല്ല ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആ ഒരു പ്രൊപ്പോർഷൻ കാണാൻ തീർത്തും അളവുകളിൽ ആ ഒരു മുറിച്ചു മാറ്റലോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു വെട്ടിക്കുറക്കലുകളോ ഇല്ല. തീർത്തും നല്ലൊരു സെഡാനാണ് ഫോക്സ്വാഗൺ വീട്ടസ് എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഗുണമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഫോക്സ്വാഗൺ പോളോയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെ അഭ്യാസങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ചിലപ്പോഴെങ്കിലും ഡോറിൻ്റെ മുകളിൽ കയറി നിൽക്കുകയും ചാടുകയും പിടിക്കുകയും കുലുക്കുകയൊക്കെ ചെയ്യുന്നു. കാരണം ഫോക്സ്വാഗണിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും വീട്ടസിൻ്റെ ഒരു കാര്യമായിട്ട് നമുക്ക് ബിൽഡ് ക്വാളിറ്റിയെ നല്ലൊരു ഗുണമായിട്ട് കാണാം. എന്ന് വെച്ചാൽ വെൽ ബിൽറ്റ് കാറാണ് ഫോക്സ്വാഗൺ വീട്ടസ്. 5 സ്റ്റാർ സേഫ്റ്റിയുടെ ആ ഒരു കാര്യമുണ്ട്. മാത്രമല്ല 6 എയർ ബാഗുകൾ പോലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സവിശേഷതകളുണ്ട്, സേഫ്റ്റി സവിശേഷതകളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഗുണമായിട്ട് എനിക്ക് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് വെൽ ബിൽറ്റ് ആയിട്ടുള്ള സോൾഡ് ആയിട്ടുള്ള ഒരു കാറാണ് ഫോക്സ്വാഗൺ വീട്ടസ് എന്നുള്ളതാണ്. ഫോക്സ്വാഗൺ വീട്ടസിൻ്റെ മൂന്നാമത്തെ മെയിനായിട്ടുള്ള ഗുണമായിട്ട് പറയുന്നത് സ്പേസ് ആണ്. എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് ആണ്. ഇപ്പോൾ ലെഗ് റൂം ആണെങ്കിലും നീ റൂം ആണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും എല്ലാം മികച്ചതാണ് ഫോക്സ്വാഗൺ വീട്ടസിൻ്റെ. ഇപ്പോൾ സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ ശരിക്കും ഇലക്ട്രിക് സീറ്റാണ്, 2024 മോഡൽ ഇലക്ട്രിക് സീറ്റ് വന്നിട്ട് ഈ സീറ്റ് ഇരിക്കുമ്പോൾ നമ്മളെ ശരിക്കും ആ ഒരു എന്താ പറയുക സ്നഗ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫീലുണ്ട്. എന്ന് മാത്രമല്ല വെന്റിലേറ്റർ സീറ്റിലുണ്ട് നമുക്ക് ആ ഒരു കൂളിംഗ് ഫംഗ്ഷൻ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല ഒരു വിസിബിലിറ്റി ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ടൊന്നും കാര്യമായിട്ടില്ല. അപ്പം മൂന്നാമത്തെ ഒരു ഗുണമായിട്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ സ്പേസ് തന്നെയാണ്. സ്പേസ് എന്ന് പറയുമ്പോൾ ലെഗ് റൂം, ഹെഡ് റൂം, നീ റൂം, പിന്നെ ഇതിൻ്റെ ഓവറോൾ ആ ഒരു ഇരിപ്പിൻ്റെ സുഖവും. ഒരു സെഡാൻ എന്ന് പറയുമ്പോൾ ബൂട്ട് സ്പേസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ വീട്ടസിൻ്റെ ഒരു മെയിൻ ഗുണം, നാലാമത്തെ ഒരു പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. 521 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. കൂടാതെ ഫോൾഡ് ചെയ്യാവുന്ന സീറ്റും ഉള്ളതുകൊണ്ട് തീർത്തും നല്ല ഒരു ബൂട്ടായിട്ട് കാണാം. എനിക്കതിനകത്ത് കയറാൻ പറ്റുമോ? ഇനി അഞ്ചാമത്തെ ഒരു പോയിൻ്റായിട്ട് പറയാനുള്ളത് നല്ല സസ്പെൻഷൻ ആണെന്നുള്ളതാണ്. കുലുക്കി നോക്കാം. നിങ്ങൾ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടോ ചില ആളുകൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ വീണ്ടും കുലുക്കുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ കുലുക്കി കഴിയുമ്പോൾ എന്താണ് അത് നടക്കുന്നത്, ബാക്കി എവിടെ നിന്നാണ് സ്ഥലം വരുന്നത് കുലുക്കി കഴിയുമ്പോൾ എന്നൊക്കെ. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? എനിക്കറിയാൻ പാടില്ല, എന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ വണ്ടിയുടെ സസ്പെൻഷൻ മികച്ചതാണെന്ന് കാണാം. എന്ന് വെച്ചാൽ നല്ല റൈഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ്ങും ഉള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഫോക്സ്വാഗൺ വീട്ടസിന് എന്നുള്ളതാണ്. ഫോക്സ്വാഗൺ വീട്ടസിന്
രണ്ട് എഞ്ചിനുണ്ട്. ഒന്നൊരു 1 ലിറ്ററും ഇതൊരു 1.5. 1.5 എന്ന് പറയുമ്പോൾ ഈ എഞ്ചിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആക്റ്റീവ് സിലിണ്ടർ ഡീആക്ടിവേഷനാണ്. എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ വളരെ മെല്ലെയാണ് ഓടിക്കുന്നുള്ളതെങ്കിൽ 2 സിലിണ്ടറിലേക്ക് ഫ്യൂല് കട്ട് ചെയ്തിട്ട് ശരിക്കും മൈലേജ് കൂട്ടാനായിട്ട് സഹായിക്കും. എന്നാൽ തീരെ തിരിച്ച് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ 150 PS പവറും 250 Nm ടോർക്കുള്ള ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിന് ശരിക്കും ആ ഒരു ഡൗൺ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലിപ്പിംഗ് ഫീലൊക്കെ കിട്ടും. പും 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 കൊണ്ട് സൂപ്പർ കാറുകൾ കാണില്ലേ, ആ ഒരു ഫീലൊക്കെ നമുക്ക് ഈ വണ്ടിക്ക് കിട്ടും. ഇത് ഇവോ ഫാമിലിപ്പെട്ട 1.5 എഞ്ചിനാണ്. ഫോക്സ്വാഗണിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്ലീനർ ആയിട്ടുള്ള എഞ്ചിനെ അവർ വിളിക്കുന്നത് ഇവോ എന്നാണ്. അങ്ങനെ വരുമ്പോൾ എഫിഷ്യൻസിൻ്റെ കാര്യം പറയാം. എനിക്ക് തോന്നുന്നു 19 കിലോമീറ്ററാണ് ഒരു മൈലേജ് കൂടി കമ്പനി വണ്ടിക്ക് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ 1 ലിറ്റർ എഞ്ചിനെ കുറിച്ചുകൂടി പറയണം. 1 ലിറ്റർ എഞ്ചിന് 117 PS പവറും 178 Nm ടോർക്കുള്ളത്. അതിൻ്റെ കൂടെ DSG അല്ല, ടോർക്ക് കൺവേർട്ടറാണ്, മാനുവലുണ്ട്. ഇപ്പോൾ 2 മോഡലിനും ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലുണ്ട്. ഒന്ന് DSG, ഒന്ന് ടോർക്ക് കൺവേർട്ടർ, രണ്ടും 60 സ്പീഡ് തന്നെയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സേഫ്റ്റിയുടെ കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വണ്ടിക്ക് കുറച്ചധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കൂടെ ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ്, മൾട്ടി കൊളീഷൻ ബ്രേക്സ്, ഇലക്ട്രോണിക് ഡിഫ് ലോക്ക് പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്, 6 എയർ ബാഗിൻ്റെ ESCD സീറ്റ് ബെൽറ്റുകളുടെ കാര്യമായിട്ട് പറയാം. സീറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ 3 പ്രോപ്പർ സീറ്റ് ബെൽറ്റുകൾ കൂടി ഈ ഒരു വണ്ടിക്കകത്തുണ്ട് പിന്നിൽ. അടുത്തൊരു പോയിൻ്റായിട്ട് പറയാനുള്ള കാര്യം, ഗുണത്തിൽപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ സവിശേഷതകളാണ്. സവിശേഷതകളാൽ സമ്പന്നമായ ഒരു വണ്ടിയാണ് ഫോക്സ്വാഗൺ വീട്ടസ് എന്നുള്ളതാണ്. ഇതിനകത്ത് വെന്റിലേറ്റർ സീറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്, സ്പോർട്ട് മോഡ്, പാഡ് ഷിഫ്റ്റർ, ആ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല്, ഡിജിറ്റൽ ക്ലസ്റ്റർ, ആ ഒരു വലിയ മീഡിയ നാവിഗേഷൻ സ്ക്രീൻ, അതിനകത്താണെങ്കിൽ നമുക്ക് ആ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങൾ, ഇലക്ട്രിക് സീറ്റുകൾ, അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള വണ്ടി എന്ന നിലയ്ക്കും ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഒരു പോസിറ്റീവിനെ കാണേണ്ടതുണ്ട്. മികച്ച സവിശേഷതകളുള്ള ഒരു കാർ എന്ന് നമുക്ക് ലളിതമായിട്ട് വിളിക്കാവുന്ന വണ്ടിയാണ് ഫോക്സ്വാഗൺ വീട്ടസ്. ഇനി പറയുന്നൊരു ഗുണമെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ വിലയും ആ ഒരു സർവീസ് പാക്കേജ്, വാറൻറ്റി പോലുള്ള കാര്യങ്ങളാണ്. അത്യാവശ്യം നല്ലപോലെ വാറൻറ്റിയും സർവീസ് പാക്കേജും കൊടുക്കുന്ന ഒരു വണ്ടിയായിട്ട് ഫോക്സ്വാഗൺ വീട്ടസിനെ കാണാം. 1156 മുതൽ 1915 വരെയുള്ള വിവിധ വകഭേദങ്ങളുടെ ആ ഒരു വില ഈ ഒരു വണ്ടിക്കുണ്ട്. പുതിയ ആ ഒരു GT ലൈൻ പോലുള്ള കാര്യങ്ങൾ, പുതിയ വേർഷനുകൾ, അങ്ങനെ പലവിധமான കസ്റ്റമൈസ്ഡായിട്ടുള്ള പുതിയ മോഡലുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 20 ലക്ഷം രൂപ താഴെ കിട്ടുന്ന ഒരു DSG ഉള്ള ഒരു നല്ല സെഡാൻ എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു വണ്ടിയുടെ ഗുണമായിട്ട് കാണാനുള്ളതാണ്. ദോഷങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറവുകളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ രൂപത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഈ ഒരു മുൻവശവും അല്ലെങ്കിൽ വശങ്ങളും പിൻഭാഗവും ഒക്കെ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. തീർത്തും കൗതുകമുണർത്തുന്ന ആ ഒരു മുൻവശമാണ്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ക്രോം എലമെൻറ്റുകളാണെങ്കിലും ഒന്നും ഓവർഡൺ അല്ല, ആവശ്യത്തിന് വേണം എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ സ്ലാവിയ അല്ലെങ്കിൽ വീട്ടസ് അല്ലെങ്കിൽ വെർണ ഇങ്ങനെയുള്ള സെഡാനുകളിൽ വീട്ടസിനെ മാറ്റിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എലഗൻറ്റ് ലുക്കിംഗ് ആണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ എലഗൻറ്റ് ലുക്കിങ്ങുള്ള കാറിൻ്റെ ഈ ഒരു ബോണറ്റിൻ്റെ ഒരു ഷേപ്പും അല്ലെങ്കിൽ ഈ ഒരു മൊത്തത്തിലുള്ള ഷേപ്പും ആ ഷാർക്ക് ഫിൻ്റെ പ്ലേസ്മെൻറ്റും എല്ലാം കൂടി ചേർന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെഡാനാണ് ഫോക്സ്വാഗണിൻ്റെ വീട്ടസ് എന്നുള്ളത് പറയണം. നമുക്കിനി ദോഷങ്ങളിലേക്ക് പോകാം. നമ്പർ 1, ഇതൊരു പ്രോപ്പർ സെഡാനാണെന്ന് ഞാൻ ഗുണമായിട്ട് പറഞ്ഞു. എന്നാൽ അതേ കാര്യത്തിൽ ഒരു ചെറിയ ദോഷം കാണാം. ഈ പിന്നിൽ ഒരിത്തിരി ഉയർന്നു നിൽക്കുന്ന പോലുള്ള രൂപം എന്ന് പറയുന്നത് ഓക്കെ, ഒരു SUVക്ക് ചിലപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അഴകളവുകളുടെ ആ ഒരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അലങ്കാരമാണ്, അലഭാരമാണ്. പക്ഷേ ഒരു സെഡാൻ ആകുമ്പോൾ അത് ഒത്തിരി താന്ന് കിടന്ന് ഓടുന്നതാണ് സെഡാൻ്റെ ഭംഗി എന്നുള്ളതാണ്. പലരും ഈ വണ്ടി ആ ഒരു ലോവറൊക്കെ ചെയ്തിട്ട് തീർത്തും താഴെ എന്ന വണ്ണം ഓടിക്കുന്ന നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്കിതിൻ്റെ ദോഷമായിട്ടാണ് തോന്നിയത്. കാരണം ഒരു സെഡാൻ നിലയ്ക്ക് അടി തട്ടാത്ത വണ്ണം ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് മതി. ഒരു SUVയുടേതാകുമ്പോൾ ശരിക്കും SUV കൈൻഡ് ഓഫ് കാർ എന്നുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ സെഡാൻ പ്രേമികൾക്ക് അതൊരു നെഗറ്റീവാണ് എന്നുള്ളതാണ്. അടുത്തൊരു നെഗറ്റീവായിട്ട് തോന്നിയത്, ഒരു കുറവായിട്ട് തോന്നിയത്, ഈ വണ്ടിക്ക് ഡിസ്ക് ബ്രേക്ക് അല്ല പിന്നിൽ എന്നുള്ളതാണ്. ഈ ഫോക്സ്വാഗൺ വീട്ടസിൻ്റെ പിന്നിൽ ഡ്രം ബ്രേക്കാണ്. അത് ഡിസ്ക് ആയിരുന്നെങ്കിൽ ഈ കൈൻഡ് ഓഫ് പവറുള്ള വണ്ടി ആകുമ്പോഴേ ഓടിക്കാനായിട്ട് ഒരിത്തിരി കൂടി രസമായനെ, ഒരിത്തിരി കൂടി കോൺഫിഡൻസ് കിട്ടിയനെ എന്നുള്ള കാര്യമുണ്ട്. തീർത്തും നല്ല റൈഡ് ക്വാളിറ്റിയുള്ള നല്ല ഹാൻഡിലുള്ള വണ്ടിയാണെന്ന് പറഞ്ഞില്ലേ. ബ്രേക്കിംഗ് മോശമല്ല, തീർത്തും പറയണ്ട, നല്ല ബ്രേക്കിങ്ങുള്ള വണ്ടി തന്നെയാണ് വീട്ടസ്. എന്നാലും പിന്നിൽ ഡിസ്ക് ഉണ്ടായിരുന്നെങ്കിൽ കാഴ്ചയ്ക്കും അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചവിട്ടാനുമൊക്കെ സഹായകമായേനെ എന്നുള്ള ഒരു കാര്യമായിട്ട് ഈ ഒരു കാര്യത്തെ കാണാം. ഹ്യുണ്ടായ് വെർണ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഞാൻ പറയണത്. അഡാസിൻ്റെ ഒരു കുറവ് എന്ന് പറയുന്നത്, അഡാസ് എന്ന് പറയുമ്പോൾ പറയാം അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം. ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളുണ്ട്, മൾട്ടി കൊളിഷൻ വാണിംഗ് പോലുള്ള കാര്യങ്ങൾ. എന്നാലും പ്രോപ്പറായിട്ടുള്ള ഒരു
അഡാസ് ടെക്നോളജി ഈ ഒരു വണ്ടിയിലില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് കാണാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും വേറെ ഒരു കോമ്പറ്റീറ്ററായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു കാര്യം പറയണമെന്ന് തോന്നി. അത് വലിയൊരു നെഗറ്റീവ് അല്ല, കാരണം അഡാസ് പലപ്പോഴും എനിക്കത്ര ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇന്ത്യൻ റോഡുകൾ തോന്നിയിട്ടില്ല. കാരണം നമ്മളത് യൂസ് ചെയ്യാനുള്ള തക്കവണ്ണമുള്ള റോഡോ അല്ലെങ്കിൽ അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സോ ഒന്നും നമ്മളുടെ ആ ഒരു റോട്ടിലില്ല. സാഡ്ലി ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു അഡാസിൻ്റെ ഓട്ടോ ബ്രേക്കിൽ നിന്നാൽ പിന്നിൽ വരുന്ന ആൾ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ഞാൻ പല വണ്ടികളും പറഞ്ഞിട്ട് അത് ഉള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇല്ലെന്ന് പറയാം, വരണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ. വലിയൊരു നെഗറ്റീവ് അല്ല, സ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. DQ200 ദുൽഖർ സൽമാൻ അല്ല, DQ200 ഇതിൻ്റെ DSG ഒരിത്തിരി നൊട്ടോറിയസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആ ഒരു കാര്യം കൂടി നമ്മളൊരിത്തിരി പ്രശ്നപരമായിട്ട് കാണേണ്ടതായിട്ടെന്ന് തോന്നുന്നു, നെഗറ്റീവിലേക്ക് പറയേണ്ട കാര്യമായിട്ട് തോന്നുന്നു. കാരണം DQ200 ഇഷ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ദ ഗുഡ് തിങ് ഈസ് GTക്ക് ഇപ്പോൾ മാനുവൽ വേർഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മാനുവൽ മതിയെങ്കിൽ തീർത്തും ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. സ്റ്റിൽ ഒരിത്തിരി ടേക്ക് കെയർ ആണെന്നുള്ളൂ, വാറണ്ടിയും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. എന്നാലും ആ ഒരു കേട്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് DQ200 ഇഷ്യൂസ് ഒരു നെഗറ്റീവായിട്ട് പറയാവുന്ന കാര്യമാണ്. ഫോക്സ്വാഗൺ വിറ്റസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ അങ്ങനെ പൊക്കി പറഞ്ഞില്ലേ, അത് ഒരിത്തിരി നെഗറ്റീവ് സൈഡ് കൂടി പറയേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ പഴയ കാലത്തെ ഫോക്സ്വാഗൺ കാറുകളുടെ ക്വാളിറ്റി ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഇൻറ്റീരിയറിന് ഇപ്പോൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെ പറയുമ്പോൾ പഴയ കാറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിത്തിരി ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരിത്തിരി മൈനസ് അല്ലെങ്കിൽ കോൺസ് ആയിട്ട് കാണേണ്ട കാര്യമാണ്. അകത്തെ ഒരു കാര്യത്തിൽ ഒരിത്തിരി നെഗറ്റീവ് സൈഡ് പറയേണ്ടത് ഇതൊരു 4 സീറ്റർ ആണെന്നുള്ളതാണ്. 5 പേർക്ക് സുഖമായിട്ടിരിക്കാനുള്ള ആ ഒരു സ്ഥല സൗകര്യമുള്ളൊരു വണ്ടിയല്ല വിറ്റസ്. 4 പേർക്ക് സുഖമായിട്ടും 5ാമത്തെ ഒരാൾക്ക് വേണമെങ്കിൽ കുത്തിത്തിരിക്കും ഇരിക്കാവുന്ന ഒരു വണ്ടി തന്നെ പറയുള്ളൂ. അങ്ങനെ പറയുമ്പോൾ സ്പേഷ്യസ് ആണ്, പക്ഷേ 5 പേർക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതും ആ ഒരു നെഗറ്റീവ് സൈഡിൽ പറയേണ്ട കാര്യമാണ്. സോ ഫൈനലി നമ്മൾ എലിഫൻ്റ് ഇൻ ദ റൂം അഡ്രസ്സ് ചെയ്യണം. അത് ടർബോ പെട്രോൾ എഞ്ചിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. ഓക്കെ, സിലിണ്ടർ ഡീആക്ടിവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വളരെ മെല്ലെ ഓടിക്കുമ്പോൾ നല്ല മൈലേജ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാല് കൊടുത്ത് ഓടിച്ച് തുടങ്ങിയാൽ, ഇപ്പോൾ ബ്ലിപ്പൊക്കെ ചെയ്യുന്ന പറഞ്ഞില്ലേ, അങ്ങനെ ഫൺ ഫാക്ടറി എടുത്ത് ഓടിച്ച് തുടങ്ങിയാൽ ഏതൊരു ടർബോ പെട്രോളിനെയും പോലെയും ഈ ഒരു വണ്ടിയുടെയും മൈലേജ് ഡിപ്പാവുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ടർബോ പെട്രോളിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടല്ല പറയണത്, ഒരു ടർബോ പെട്രോളുകളുടെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. നല്ല ഫണ്ണുള്ള വണ്ടിക്ക് ഒരിത്തിരി ഫ്യൂൽ എഫിഷ്യൻസി കുറയും. ഇപ്പോൾ നല്ല ഫണ്ണായിട്ട് ഓടിക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ ശക്തി കൂടുന്തോറും പോക്കറ്റിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കാശ് അല്ലെങ്കിൽ പേഴ്സ് അല്ലെങ്കിൽ കീശ കാലിയാവുമെന്ന് ഉദ്ദേശിച്ച്. അങ്ങനെ ഉള്ളൊരു കാര്യത്തിൽ ടർബോ പെട്രോൾ എല്ലാം പോലെ തന്നെ ഈ ഒരു വണ്ടിയും നമ്മൾ ചവിട്ടി കുത്തി പൊളിച്ചോടിച്ചാൽ ഒരിത്തിരി എഫിഷ്യൻസി കുറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അനവധി സവിശേഷതകളുള്ള ഫോക്സ്വാഗൺ വിറ്റസ് എന്ന് പറയുന്നത് അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സുള്ള ഡ്രൈവിംഗ് ഫണ്ണുള്ള ഒരു കാറാണ്. അപ്പോൾ ഏതൊരു വണ്ടിയെ പോലെയും ഗുണങ്ങളും ദോഷങ്ങളും വിറ്റസിനുമുണ്ട്. പക്ഷേ എങ്ങനെ തൂക്കി നോക്കിയാലും നമ്മുടെ മാറാതിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കുന്നു പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഗുണങ്ങളാണ് വിറ്റസിനുള്ളത്. അതുമാത്രമല്ല SUVകളുടെ ആ ഒരു റെയിനി സീസണായിട്ടുള്ള നമ്മുടെ നാട്ടിൽ, അതായത് ഇപ്പോൾ SUVകളാണ് കൂടുതൽ. SUVകളുടെ മഴയുണ്ട്, ഒറിജിനൽ മഴയില്ല. എന്നാലും ആ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു ഒരു സെഡാൻ എന്ന നിലയ്ക്ക്, ഒരു പ്രോപ്പർ സെഡാൻ എന്ന നിലയ്ക്ക് വിറ്റസിന്, വെർണയ്ക്ക്, സ്ലാവിക്ക് അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ തീർത്തും റെലവൻസ് ഉണ്ട്. പ്രത്യേകിച്ചും നമ്മളെപ്പോലുള്ള സെഡാൻ ലവേഴ്സിന്. കാർ എന്നാൽ 3 ബോക്സ് സെഡാനാണ് എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.